ഹായ് അസ്സാം വലൈക്കും. മുസിബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഈത്തപ്പഴം ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി അച്ചാർ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ കോമൺ ആയിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ ഈത്തപ്പഴം എടുത്തിട്ടുള്ളത്. പാക്കറ്റിലൊക്കെ കിട്ടുന്ന വളരെ ചെറിയ ഈത്തപ്പഴം. അച്ചാർ ഉണ്ടാക്കാൻ റെഡി ആവുന്ന സമയത്ത് തന്നെ അതിലോട്ട് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണം. കാരണം ഒരുപാട് സമയത്തെ കുക്കിംഗ് ഒന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആദ്യം നമുക്ക് ഈ ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വിനെഗറും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2.5 ടേബിൾ സ്പൂൺ പാകത്തിന് വിനെഗർ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈത്തപ്പഴം അച്ചാറിനൊക്കെ പാകത്തിന് നല്ല രീതിയിൽ സോഫ്റ്റ് ആവുകയും ചെയ്യും. കുറച്ച് ഉപ്പൊക്കെ അതിലോട്ട് പിടിക്കുകയും ചെയ്യും. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അച്ചാറൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ റെഡിയാക്കി വെക്കുക. അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ടുള്ളത് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അതേ അളവിൽ തന്നെ ഉലുവ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് കടുക് ഉലുവ ഒന്നും വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഇൻസ്റ്റൻറ്റ് അച്ചാറായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉലുവ അത്യാവശ്യം നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1/4 കപ്പ് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അച്ചാറിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോഴാണ്. 1/4 കപ്പ് ഇഞ്ചി കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 7 പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ സെപ്പറേറ്റ് ഇനി മസാല കൂടി ചേർത്ത് കൊടുക്കുന്നതല്ലേ. അപ്പോൾ പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടില്ല. പിന്നെ അച്ചാറിൽ ഇങ്ങനെ കിടക്കുന്ന മുളക് കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. 2 തണ്ട് കറിവേപ്പില ചീകിയിട്ടിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് മസാല പൗഡറൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ 2 മസാലകൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലകൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തീ എപ്പോഴും സിമ്മിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈത്തപ്പഴത്തിന് നല്ല മധുരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുളിയൊന്നുമില്ലല്ലോ. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് വെച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കണം. ഈത്തപ്പഴം ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് സമയത്തേക്കൊന്ന് ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഈ ഒരു അച്ചാർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈത്തപ്പഴം വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.